അപ്പോൾ ഇന്ന് നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉഴുന്നുവട എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളം ഒഴിച്ച് ഒരു 5-6 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു 5 മണിക്കൂറിന് ശേഷം ഈ ഉഴുന്നൊക്കെ കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരക്കുമ്പോൾ അതിലേക്ക് അത്യാവശ്യം എരിവുള്ള ഒരു മുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്കായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, കുരുമുളക് പൊടി, കായം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഉഴുന്നുവട ശരിക്കും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു 4-5 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചേരുവകളൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുറച്ച് മാവ് കയ്യിലെടുക്കുക. എന്നിട്ട് അത് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തിട്ട് സെൻറ്റർ ഭാഗത്ത് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ളത് അതുപോലെ തന്നെ ചെയ്തു.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമായ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.